പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ഒരു അറിയിപ്പ് തരികയാണ്. ഞങ്ങളുടെ പ്രദേശങ്ങളൊക്കെ വലിയ മഴയിലും കെടുതിയിലും കൊടുങ്കാറ്റിലും ഒക്കെയാണുള്ളത്. അതുകൊണ്ട് കരണ്ട് തെരുതെരെ വരും പോകും, അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയുള്ളത്. അതിനാൽ 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ക്ലാസ് തരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കണം. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ധാരാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാനുണ്ട്. യേശുവിൻ്റെ വരവ് അടുത്തടുത്ത് വരുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രകൃതി അതിൻ്റെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം അതിൻ്റെ വഴിക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ എല്ലായിടത്തും അശാന്തിയും അസ്വസ്ഥതയുമാണ്. സമാധാനം നമ്മളിൽ നിന്നും വളരെയേറെ വിദൂരത്തേക്ക് മാറിപ്പോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാവുന്നു. കേരളത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ആളുകൾക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല. കിടക്കുന്ന ഭവനത്തിനകത്തേക്കാണ് കടൽ കയറി വരുന്നത്. കണ്ടാൽ പേടിയും സങ്കടവും തോന്നുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇത് വലിയ ദുരന്തങ്ങളിലേക്കാണ് പോകുന്നത്. കാലാവസ്ഥ വളരെ മോശമാകും തോറും മനുഷ്യൻ്റെ ജീവിതം വളരെ അസ്വസ്ഥമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണെന്ന് കർത്താവ് പറഞ്ഞത് എത്ര സത്യമാണെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. ഈ എൻ്റെ വചനം ശ്രവിക്കുന്ന ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം ശ്രവിച്ച് ഒരുങ്ങിയിരിക്കുക. നമ്മൾ ഏത് നിമിഷവും മരണം അതിൻ്റെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ട ക്ലാസ്സുകൾ നിങ്ങൾ മറക്കരുത്. 1 നിദ്ര, 1 യേശുവിൻ്റെ കൂടെയുള്ള നിദ്ര, 2 റാപ്ചർ, 3 നമ്മൾ കണ്ടത് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു. മരണത്തിൻ്റെ വിവിധ മുഖങ്ങളും അതിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ചും അത് എന്നിൽ ഏത് രൂപത്തിലാണ് എപ്പോഴാണ് വരുന്നതെന്നൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിനാൽ നമുക്ക് കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനും ഒരുങ്ങാനുമുള്ള അവസരങ്ങളാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറണ്ട് പോകുന്നതുകൊണ്ട് ക്ലാസ് അല്പം 1-2 ദിവസം കൂടെ താമസിക്കും. അതിൽ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. കർത്താവിൻ്റെ വലിയ മഹത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്, നിങ്ങൾ കേൾക്കാത്ത നിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ പുറകെ വരുന്നതാണ്. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവ് ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.